ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കത്തിന്റെ കീഴിലേക്ക് പോവാം. യെസ്. എന്താ പറയാ, കിഴികളായിരിക്കും ഇതില്. എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. എന്താണ് അജണ്ട? എന്താണ്? തമിഴ്. ഓ, തമിഴാണോ? തമിഴ് പറ്റിയില്ലേ? ശരിക്കും തമിഴ് എന്നൊക്കെ പറയുമ്പോൾ തമിഴില് പ്രസന്റ് ചെയ്യണോ? തമിഴിൽ എന്താ എങ്ങനെ പറയാ, അതെനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയല്ല, പിന്നെ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നതൊക്കെ എല്ലാം തമിഴിൽ പറയണം. തമിഴ് സൊല്ലണം. അപ്പടി പോള്. ഓക്കെ, തുടങ്ങാം. ഓ, ഹെഡ് എടുത്തോ. എന്താ എടുത്ത് ചാടിക്കറിയൊക്കെ എടുക്കാൻ വേണ്ടത്? ഈ നോക്കാതെ നിൽക്കുന്നതാണ് പ്രശ്നം. സോറി ഗൈസ്, സോറി. വീണ്ടും ഒരു സോറി. പതനം. നോക്കാം. ഫസ്റ്റ് വൺ, വിഘ്നേഷ് രാജ, പോർത്തൊഴിലിന്റെ സംവിധായകൻ, ധനുഷിനെ വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിൽ നായികയായി വരുന്നത് നമ്മുടെ മമിത ബൈജു ആണ്. സിനിമ ഷൂട്ട് തുടങ്ങുന്നത് ഈ ജൂണിൽ ഷൂട്ട് തുടങ്ങും. യെസ്, മമിത ബൈജുവിന് എന്തോരം സിനിമകളാണ്. എല്ലാം തമിഴ് നല്ല കിടന്ന സിനിമ. ശരിക്കും ലേഡി സൂപ്പർ സ്റ്റാർ. കരാട്ടെ കിഡ്, ജാക്കി ചാൻ സിനിമ റിലീസിനെത്താണ് മെയ് 30 കേട്ടോ. ഓക്കെ, അടുത്ത 1-0 2-0. മാർഗൻ സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ജൂൺ 27 സിനിമ തിയേറ്ററിലേക്ക് റിലീസിനെത്തും. ഓക്കെ, നമ്മുടെ വിജയ് ആന്റണി പ്രധാന വേഷം ചെയ്യുന്ന സിനിമ ഉണ്ടോ? അടുത്തത് കിങ്ഡം, തെലുങ്ക് സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ജൂലൈ 4. പോസ്റ്റ്പോൺ ചെയ്തത് ജൂലൈ 4ലേക്കാണ്. മെയ് 30 വരേണ്ടിയിരുന്ന സിനിമയാണ്. എന്താണെങ്കിലും സിനിമയുടെ കേരള റിലീസ് വേഫെയർ ഫിലിംസ് ആണ് കേട്ടോ. തെലുങ്ക് കൂടെ ആണോ? അപ്പം അത് മാത്രമല്ല, ബന്ധം. നാനി, വിജയ് ദേവരകൊണ്ട, ഇവരൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമാണ്. സിത്താര എന്റർടൈൻമെന്റ്സിന്റെ സിനിമകൾ മൊത്തം സത്യം എല്ലാം കാർത്തിക് സുബ്രാജുമായിട്ട് ബന്ധം കൂടുതലുണ്ട്. കാരണം മറ്റേ ഇതൊക്കെ കൊണ്ടുവന്നത് വേഫറ. ഓക്കെ, അടുത്ത കിഴി ജയിലർ 2 3-0. ജയിലർ 2 സിനിമയിൽ നമ്മുടെ അന്നാരാജൻ ലിച്ചി ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത്. ആള് തന്നെ ഇതിൽ പറഞ്ഞത് കേട്ടോ. കോഴിക്കോട് ഇതിന്റെ ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും അങ്ങോട്ട് ഓടി ചെല്ലണ്ട, എന്താണ് തലൈവറൊക്കെ എത്തിയിട്ടുണ്ട്. ഭയങ്കര റഷാന്ന് പറഞ്ഞത്. അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല, പക്ഷെ ഇത് ഭയങ്കര ന്യൂസ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് അതെന്തായാലും ഉറപ്പല്ല. അടുത്തത് ബെൻസ്, സിനിമയില് കമൽഹാസൻ ഒരു റോളിലുണ്ടാവുന്ന മിക്കവാറും എനിക്ക് തോന്നുന്നു സൗണ്ടും ഒക്കെ റെഫറൻസ് ആയിരിക്കും വരാൻ. വിക്രം സിനിമയായിട്ടുള്ള കണക്ഷൻ കൂടുതലായിട്ട് കാണിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 3-1. അടുത്തത് തഗ് ലൈഫ് 4-1. തഗ് ലൈഫ് സിനിമയുടെ ഭീകരമായ അപ്ഡേറ്റ് ഉണ്ട്. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വരാൻ പോവുകയാണ്. ലോഞ്ച് നടക്കുന്നത് 17-ാം തീയതി. തമിഴാണ് അത് വരുന്നത്. തമിഴ് ട്രെയിലർ 17-ാം തീയതി വരും. അങ്ങനെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. മെയ് 17 തമിഴ്, ഹിന്ദി മെയ് 20, മലയാളം 21-ാം തീയതി, പിന്നെ തെലുങ്ക് മെയ് 22, പിന്നെ ഓഡിയോ ലോഞ്ച് മെയ് 24-ാം തീയതി സായിറാം കോളേജിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ പ്രീ സെയിൽ ഇവന്റ് ഡൽഹിയിലുള്ളത് മെയ് 26, ബാംഗ്ലൂരുള്ളത് മെയ് 27, ട്രിവാൻഡ്രത്തുള്ളത് മെയ് 28, വിസാഖുള്ളത് മെയ് 29, മലേഷ്യ മെയ് 31, പിന്നെ ദുബായിൽ ജൂൺ. എന്താ ഒരു സിനിമയ്ക്ക് വേണ്ടി ലാസ്റ്റത്തെ റിലീസിന് മുന്നേ ഒരു 10 ദിവസം അതിനായിട്ട് അതും പാറി നടക്കണം. സത്യം, വല്ലാത്തൊരു ഭയങ്കരം. എന്തായാലും കമൽഹാസൻ നായകനാവുന്ന സിനിമയാണ്. പ്രധാന വേഷത്തിൽ നമ്മുടെ STR ഉണ്ട് കേട്ടോ. സിനിമ റിലീസിനെത്തുന്നത് ജൂൺ 5-ാം തീയതി. മണിരത്നാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അടുത്തത് ഹൃദയപൂർവ്വം, സിനിമേന്റെ ലൊക്കേഷൻ സ്റ്റൈലിൽ. ഈ ഹൃദയപൂർവ്വം ടീം
ടീം കാണണമെന്നില്ല, ടീമിൻ്റെ ഏതെങ്കിലും ആൾക്കാർ കണ്ടിട്ട് അവരോടൊന്ന് പറയണേ, ഇതിൻ്റെ ലൊക്കേഷൻ സ്റ്റിൽസ് ഇനി പുറത്ത് വിടരുത്. എത്രയാ സ്റ്റില് എന്തൊക്കെയാ സംഭവിക്കണേന്ന് മൊത്തം അറിയാൻ പറ്റുന്നുണ്ടേ. അതായത് ഇപ്പോൾ ഇന്നലെ വന്നൊരു ലൊക്കേഷൻ സ്റ്റില്, ഇതിൻ്റെ ലൊക്കേഷൻ, ഇവരുടെ കോസ്റ്റ്യൂം, ഇതൊക്കെ സിനിമയുമായി ബന്ധപ്പെട്ടുള്ളതാണ്, അല്ലാതെ ഓഫ് സ്ക്രീൻ അല്ല ഇതൊന്നും. സിനിമയിലുള്ള സീനുകളിലെ സ്റ്റിൽസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം മനസ്സിലാവുന്നില്ലേ? ഇപ്പോൾ ഇന്നലെ വന്ന ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും ഇവർ രണ്ടുപേരും നന്നായിട്ട് പഞ്ഞി കിട്ടുന്നുണ്ടാരോ. അതെ. അപ്പോൾ ലാലേട്ടൻ്റെ ഊരൊക്കെ എന്താ പറ്റിയിട്ടുണ്ട്, ചൂടുവെള്ളം പിടിച്ചു കൊടുക്കുകയാണ് ആർക്ക്, സംഗീതിന്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവർ സുഹൃത്തുക്കളാണ്. അതായത് 2 ഏജ് ഡിഫറൻസിലുള്ള രണ്ടാൾക്കാർ സൗഹൃദത്തിൽ, എന്നിട്ട് അവരെന്തോ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നു, അവർക്ക് നന്നായിട്ട് കിട്ടി. അതൊക്കെ ഇതിൽ നിന്ന് അങ്ങനെ തോന്നുന്നുണ്ട്. ഏതായാലും കുറച്ച് സ്റ്റില്ലുകൾ കുറയ്ക്കുക, അതെ, അത്രേ ഉള്ളൂ. പിന്നണിയിലുള്ളത് വിടൂ, പക്ഷെ മുന്നണിയിലുള്ളത് വിടരുത്. അതാണ് അത് ഭയങ്കര. അതെ. ഓക്കെ, അടുത്ത നന്ദമൂരി ബാലകൃഷ്ണ. ആശ്വാസം. 4-1 നിൽക്കുക, അതും കൂടി എണീറ്റ് പോയാൽ മതിയായിരുന്നു. താങ്ങൂലല്ലേ? ഇതെല്ലാം കൂടി. നന്ദമൂരി ബാലകൃഷ്ണനെ നമ്മുടെ ആദിക് രവിചന്ദ്രൻ കണ്ടിട്ടുണ്ട്, ഒരു കഥ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടത്. ശരിക്കും ആദിക് രവിചന്ദ്രന് പറ്റിയ മുതലേ. പക്ഷെ അജിത്തുമായിട്ടുള്ള സിനിമ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിച്ച് അത് പള്ളേന് ഇഷ്ടപ്പെട്ടു എന്നാണ് കേട്ടോ. അജിത്തിനെ അങ്ങനെ വിട്ടിട്ട് പോകൂല. അടുത്തതും ആദിക് രവിചന്ദ്രൻ തന്നെയാണ്. അജിത്ത്. അതെ. അടുത്ത് ഗുഡ്ബാടകളി, അത് ഇഷ്ടപ്പെട്ടവർ ഞാൻ. അടുത്തത് ഭൂൽ ചുക്ക് മാഫ്, രാജ്കുമാർ റാവു. പിന്നെ സിനിമ മെയ് 23 റിലീസിന്റെ തോട്ടം. റിലീസ് ഡേറ്റ് മെയ് 14 ആയിരുന്നു എന്ന് തോന്നുന്നു. മെയ് 14-15 ആ ടൈമിലങ്ങാണ്ടായിരുന്നു. അടുത്തത് ടിക്കി ടാക്ക, ആസിഫ് അലി നായകനാവുന്ന സിനിമയാണ് ടിക്കി ടാക്ക. ടിക്കി ടാക്ക സിനിമ സംവിധാനം ചെയ്യുന്നത് റോഹിത് PS. ടിക്കി ടാക്ക സിനിമയിൽ ആസിഫ് അലിയുടെ ക്യാരക്ടർ നമ്മുടെ സ്ഫടികത്തിലുള്ള ഒരു താന്തോന്നിയായിട്ടുള്ള ആടുതോമ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ രീതിയിലാണ് എന്നുള്ളതാണ് ആസിഫ് അലി പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു തെമ്മാടി ആരതും അങ്ങനെ ശരിക്കും കേൾക്കാതെ നടക്കുന്ന ഒരാള്. പക്ഷെ ക്യാരക്ടർ ആർക്കൊക്കെ മാറും. അതെ. അടുത്തത് ഇത് ഓൺലൈനായിട്ട് പറയുമ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ, ഇങ്ങനെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മുടെ ജോർജ് എന്താ ഓൺലൈനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു അത്രേ ഉള്ളൂ. പക്ഷെ ആ ക്യാരക്ടർ ആർക്ക് വരുന്നത് അതിലെ പല കാര്യങ്ങളും വരുമ്പോഴാണ്. അടുത്തത് കിസ്. സിനിമ ജൂലൈ റിലീസിനെത്തുകയാണ്. കവിനാണ് നായകനായിട്ട് എത്തുന്നത്. സതീഷ് ബാലകൃഷ്ണനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അതെ. ലോകേഷ് കനകരാജ് കേറി വരാന്ന് വിചാരിക്കുമ്പോ സമ്മതിക്കൂലേ. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന വല്ലാത്ത തോൽവി പോയല്ലോ. രജനികാന്ത് ഇതിൽ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് ദേവ എന്നുള്ളതാണ്. ഈ ദേവ എന്നുള്ള പേര് എവിടുന്ന് കിട്ടി എന്നുള്ളത് ലോകേഷ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ദളപതി സിനിമയിൽ ദേവ എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മമ്മൂക്കയാണ്. ദുര്യോധനായിട്ട്. അപ്പോൾ ഈ ദേവ എന്നുള്ള ക്യാരക്ടറും ആ ക്യാരക്ടറിൻ്റെ ഈ പേരും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ ദേവ എന്നുള്ള പേര് ആണ് ഇതിൽ രജനികാന്തിന് ഇട്ട് കൊടുത്തത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഇഷ്ടം കാരണം ദളപതി സിനിമയുമായി ബന്ധപ്പെടുത്തി ഒരുപാട് റെഫറൻസ് ഈ സിനിമയിലുണ്ടെന്നുള്ള തന്നെയാണ് കേട്ടോ. അത് അന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. 100 ദിവസത്തിന്റെ ഇതില്ല, ലാസ്റ്റ് ഷോട്ട് പോലും ദളപതിയിലെ ഷോട്ട്. അടുത്തത് തുടരും ആൻഡ് എംപുരാൻ. 2 സിനിമയും 200 കോടി ക്ലബിൽ കയറിയതിന്റെ ഒരു കേക്ക് മുറി ഉണ്ടായിരുന്നു, ആഘോഷിച്ചിട്ടുണ്ട്. നമ്മളത് സെപ്പറേറ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു. അതായത് എംപുരാൻ 265 കോടി, 200 കോടി. 200 കോടി. അത് 2 സിനിമകളുടെ ഒറ്റ കേക്ക് മതിയല്ലോ. 2 തട്ട് ആർക്ക് പറ്റും? ആരെ കൊണ്ട് പറ്റും? ഇതില് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തട്ട് താന്നിരിക്കുന്നത് തുടരും തന്നെയാണ്. അപ്പോൾ തുടരും തന്നെയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതാണ്. മറ്റത് പിന്നെ ഒരു ഇതിന്റെ പുറത്തങ്ങ് പോയതാണല്ലോ. എന്താ അറിയാലോ എന്തിന്റെ പുറത്താണുള്ളത്. എന്തായാലും ഒന്ന് ആലോചിച്ച് ഒരു നടന് ഒരൊറ്റ കേക്ക് മുറിക്കുകയാണ്. 2 സിനിമകളുടെ വിജയം ഒരൊറ്റ കേക്ക് മുറിക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്ന കണക്കുകൾ 465 കോടിയുടെ കണക്കാണ്.
ശരിക്കും വാളുകൊണ്ടൊക്കെ മുറിക്കണത്. അല്ല അങ്ങനെ നോക്കിയാലും ലാഭാ, എവിടെ നോക്കിയാലും കേക്ക് മേടിക്കുന്നിടത്തും ലാഭം. 2 കേക്ക് മേടിക്കുന്നിടത്ത് ഒറ്റ കേക്കിൽ തീർന്നാണ്. എന്താണെങ്കിലും തുടരും സിനിമേന്റെ OTT വരുന്നു എന്നുള്ള ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട്. മെയ് 22-നായിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ, Disney+ Hotstar'ൽ. ഒഫീഷ്യലി വന്നിട്ടില്ല, അറിയിക്കും. ഓക്കെ. സംഭവം ആദ്യമേ കരാർ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഇത് മാറ്റാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം തിയേറ്റർ നല്ല റണ്ണാണ് എന്നുള്ളത് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അടുത്തത് നരിവേട്ട. നരിവേട്ട സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ തമിഴ് ഇന്ന് റിലീസാവുന്നുണ്ട് കേട്ടോ, 7 മണിക്ക്. കാർത്തിയാണ് ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. നരിവേട്ടയ്ക്ക് ഇനി അധിക ദിവസങ്ങളില്ല. 23-ാം തീയതിയാണ് സിനിമ റിലീസിനെത്തുന്നത്. 7 ദിവസം. അതെ, 7 ദിവസമുള്ളൂ. അനുരാജ് മനോഹർ അല്ലേ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ ടോവിനോ, സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. അടുത്തത് മഹാഭാരത. ഭീകര ന്യൂസ്. അതായത് ആമിർ ഖാൻ ചെയ്യാൻ പോകുന്ന മഹാഭാരത സിനിമയിൽ അർജുനായിട്ട് അല്ലു അർജുൻ വരും എന്നാണ് കേൾക്കുന്നത്. ചർച്ചകള് കണ്ടു, സംസാരിച്ചു എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ആള് അല്ലു അർജുൻ, അതായത് കറക്റ്റ് സാധനം, അർജുനന്റെ ഒരു ക്യാരക്ടറിന് പറ്റിയൊരു സംഭവം. അപ്പൊ വസുദേവ കൃഷ്ണനായിട്ട് ആമിർ ഖാൻ, തേര് ബേക്കില് അർജുനായിട്ട് അല്ലു അർജുൻ. എൻചാ മോനെ എന്തായിരിക്കും ഇതൊക്കെ നടന്ന്, എന്നാണോ ഇതൊക്കെ നടന്നിട്ടൊന്ന് കാണാൻ പറ്റുക. അതാണ് 5000 കോടിക്ക് അപ്പുറത്തും കളക്ഷൻ. ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കളക്ഷൻ നേടുന്ന സിനിമ. കാരണം ആമിർ ഖാനും അല്ലു അർജുനാ വരുന്നത്. രണ്ടും ബോക്സ് ഓഫീസിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നവർ. അവരുടെ സിനിമ ഒരുമിച്ച് വരുമ്പോ എന്താണെങ്കിലും ഗംഭീരമാവട്ടെ. ഇതാണ് കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. 5-2 കൂട്ടിയിട്ടുണ്ട്. പോട്ടെ.